പെട്രോൾ, ഡീസൽ എന്നിവ പമ്പുകളിൽ നിന്ന് കന്നാസുകളിൽ നൽകുന്നതിന് എണ്ണക്കമ്പനികൾ വിലക്ക് ഏർപ്പെടുത്തിയതോടെ പ്രതിസന്ധിയിലാണ് മത്സ്യബന്ധന മേഖല. കന്നാസുകളിൽ ഇന്ധനം വാങ്ങി വള്ളത്തിൽ സൂക്ഷിച്ചുവെച്ചാണ് മത്സ്യബന്ധന തൊഴിലാളികൾ കടലിലേക്ക് പോയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇവർക്ക് ഇന്ധനം നിഷേധിച്ചതോടെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് തൊഴിലാളികൾ. ട്രോളിംഗ് നിരോധനം നിലവിലുള്ളതിനാൽ കടലിൽ മത്സ്യലഭ്യതയും കുറവാണ്. ചെറുവള്ളങ്ങളുമായി കടലിൽ പോകുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഇന്ധനം ലഭിക്കാതായതോടെ തൊഴിൽ പൂർണ്ണമായും നിലച്ചു പോകുന്ന നിലയിലാണ്. മണ്ണെണ്ണയ്ക്ക് ലിറ്ററിന് 167 രൂപയായി ഉയർന്നതും മത്സ്യബന്ധന മേഖലയെ കടുത്ത പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. സാധാരണ കന്നാസുകളിൽ പെട്രോളും ഡീസലും നൽകുന്നത് സുരക്ഷാ പ്രശ്നം സൃഷ്ടിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിലവിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പെട്രോൾ പമ്പുകളിൽ അതിരാവിലെ അവർ വാഹനത്തിൽ പോയി എണ്ണയ്ക്ക് കന്നാസ് ക്യാനുകൾ നീട്ടുമ്പോഴത്തേക്ക് അത് കൊടുക്കുന്നില്ല. നാളിതുവരെ ലഭ്യമായിരുന്നു. ഇപ്പോൾ പ്രത്യേക കാരണങ്ങളാണ് പറയുന്നത്. അത് മത്സ്യമേഖലയിൽ മാത്രമല്ല, കാർഷിക മേഖലയിൽ പ്രതിസന്ധിയുണ്ട്. പണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്രയോ ആയിരക്കണക്കിന് ആളുകൾ വരുന്ന ആശുപത്രി, അവിടെ കറണ്ട് പോയാൽ ജനറേറ്റർ അടിക്കണമെങ്കിൽ ഇന്ധനം ആവശ്യമാണ്. ഇതെല്ലാം ക്യാനുകളിലാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ക്യാനുകളിൽ ഇന്ധനം കൊടുക്കില്ല എന്ന് പറയുമ്പോൾ ഇവർ പ്രത്യേക ഒരു ക്യാൻ പറയുന്നു. ആ ക്യാൻ ലഭ്യമാക്കണമെന്നുവെങ്കിൽ അത് ചെയ്യുന്നുമില്ല, ക്യാനുകളിൽ കൊടുക്കുന്നുമില്ല എന്നുള്ളത് വലിയ വിരോധാഭാസമാണ്. പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷന്റെ അംഗീകാരമുള്ള ക്യാനുകളിൽ മാത്രമേ ഇന്ധനം നൽകാവൂ എന്നാണ് ഇപ്പോഴുള്ള ഉത്തരവ്. എന്നാൽ പെസോ അംഗീകാരമുള്ള ക്യാനുകൾ വിപണിയിൽ കിട്ടാനില്ല. പെസോ ക്യാനുകൾ നിർമ്മിക്കുന്ന കമ്പനികൾ കുറവായതിനാൽ ഇത്തരം ക്യാനുകൾ കേരളത്തിലെ വിപണിയിലെത്താൻ സമയമെടുക്കും. കാർഷിക മേഖല, ആശുപത്രികൾ, വിവിധ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയും ഇക്കാര്യത്തിൽ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഇവിടങ്ങളിൽ ജനറേറ്റർ പ്രവർത്തിപ്പിക്കുവാൻ ആവശ്യമായ ഇന്ധനം വാങ്ങാൻ നിർവാഹമില്ലാത്ത അവസ്ഥയാണ്. അതിനാൽ തന്നെ ഇന്ധനം ലഭ്യമാക്കാൻ കേന്ദ്രം നിഷ്കർഷിക്കുന്ന ഗുണമേന്മയുള്ള കന്നാസുകൾ അധികാരികൾ ലഭ്യമാക്കണമെന്നും മണ്ണെണ്ണ സബ്സിഡിക്ക് പകരം ഇന്ധന സബ്സിഡി പ്രഖ്യാപിക്കണമെന്നുമാണ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ആവശ്യം. അമൃത ന്യൂസ്, ആലപ്പുഴ.